എല്ലാവർക്കും സ്വാഗതം. ഷോൾഡർ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. ഇതിൻ്റെ മോശം വശങ്ങൾ തമ്മിലാണ് ഈ നെക്ക് ഇങ്ങനെ യോജിപ്പിച്ച് വയ്ക്കുന്നത്. അതിനുശേഷം ഇത് ഇവിടുന്ന് ഒരു സ്വല്പം ഇങ്ങനെ തള്ളി നിൽക്കുന്ന രീതിയിൽ, അധികമല്ല, ഒരു ചെറുതായിട്ട് തള്ളി നിൽക്കുന്ന രീതിയിൽ അങ്ങോട്ട് ഇട്ടിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നമുക്ക് ചെറുതായിട്ട്, അധികം കയറ്റിയല്ല, തീരെ സൈഡിൽ പോലെ ചെറുതായിട്ട് ഇവിടെ ഇങ്ങനെ അടിച്ചു കൊടുക്കാം. നല്ല വശങ്ങൾ പുറത്ത് വരുന്ന രീതിയിലാണ് ഇവിടെ ഇപ്പോൾ അടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സൈഡും നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. ഇത് മോശം വശങ്ങളാണ് ഇവിടെ ചേർത്ത് വയ്ക്കുന്നത്. മോശം വശങ്ങൾ തമ്മിൽ ഇതുപോലെ എല്ലായിടും ഭംഗിയായിട്ട് വരുന്ന വിധത്തിൽ ചേർത്ത് വയ്ക്കണം. അതുപോലെ ഇവിടെ ഇങ്ങനെ അല്പം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് ചേർത്ത് വയ്ക്കുന്നത്. അതായത് ഇത്ര വരുള്ളൂ, ആ രീതിയിലാണ് നമ്മൾ ചേർത്ത് വയ്ക്കുന്നത്. അങ്ങനെ ഈ നല്ല വശങ്ങൾ തമ്മിൽ മോശം വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് ഇതിനെ സൈഡിൽ കൂടി, സൈഡിലോട്ട് കയറ്റിയല്ല, ഇതിൻ്റെ അരികിൽ കൂടി നമ്മൾ ഇതുപോലെ അടിക്കുന്നു. പ്രഷർ വീതിയൊന്നുമില്ല, അതിനേക്കാളൊക്കെ കുറവാണ് അടിച്ചെടുക്കുന്നത്. എന്താ കാണുമ്പോൾ മനസ്സിലാവും, ഈ സൈഡിൽ കൂടെയാണ് അടിക്കുന്നത്. അതുപോലെ ഇതും അങ്ങനെ തന്നെയാണ് അടിച്ചെടുത്തിരിക്കുന്നത്. അതിന് ശേഷം ഇതിങ്ങോട്ടങ്ങ് മറിച്ചിടാം. ഇങ്ങനെ മറിച്ചിട്ടിട്ട് ഈ സൈഡ് ഇതിങ്ങനെ മടക്കി ഇങ്ങനെ വരും. അതിന് ശേഷം ഇവിടം ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു. അങ്ങനെ വയ്ക്കുമ്പോൾ ഇവിടെ ഒരല്പം പുറത്തേക്ക് വരുന്ന രീതിയിലാണ് വെക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ട് വീണ്ടും നമ്മൾ നല്ലപോലെ വെച്ചിട്ട് ഇങ്ങനെ വെക്കണം. വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒരു പ്രഷർ വീതിയിൽ മിച്ചമുണ്ട്. 1.5 ഇഞ്ചാണല്ലോ നമുക്ക് കൊടുത്തു തയ്യൽ തുണി കിട്ടുന്നു. ആ തയ്യൽ തുണിനുള്ള രീതിക്ക് ഇതുപോലെ ഇങ്ങനെ അടിച്ചു കൊടുക്കാം. അടുത്ത സൈഡ് നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. ഈ സൈഡ് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. ഇതുപോലെ തിരിച്ച് മടക്കിയതിന് ശേഷം ഈ തുമ്പ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് മടക്കി കൊടുക്കണം. ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിവിടെ വരുന്നത്. ഇങ്ങനെ വരുന്നത് നമ്മളിങ്ങനെ വെച്ചിട്ട് നല്ലപോലെ ചേർത്ത് വെച്ച് ഇവിടെ അടിച്ചു കൊടുക്കണം. ഇപ്പം ഇങ്ങനെയാണ് അടിച്ചെടുത്തിരിക്കുന്നത്. ഉണ്ട്, ഇവിടെ കണ്ടു കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇനി ഇതിനേക്കാൾ കാണിച്ചു തരാം. ഇതിനേക്കാൾ ബെറ്ററായിട്ട് ഒരടിപ്പോടെ സൈഡിൽ കൊടുക്കും. ഈ സൈഡിലും നമ്മൾ ഒരടിപ്പും കൂടെ കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇത് നമ്മൾക്കൊന്ന് മറിച്ചിടാം. മറിച്ചിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെ തയ്യൽ തുമ്പ് വെളിയിലേക്കൊന്നും വരാതെ എന്താ ഭംഗിയായിട്ട് നിൽക്കുന്നത്. നമുക്ക് അവിടെ നിന്ന് ലോക്കൊന്നും ചെയ്ത് കൊടുക്കണ്ട. പുറത്തുനിന്ന് ഇതുണ്ടോ, ഇവിടെയും കാണിച്ചു തരാം. ഇവിടെയും നമ്മളിങ്ങനെ മറിച്ചിട്ടു. അതിന് ശേഷം ഇവിടെ കാണുന്നുണ്ടല്ലോ, ഇവിടെ നല്ല ഭംഗിയായിട്ട് കിട്ടിയത്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഷോൾഡർ നല്ല ഭംഗിയായിട്ട് വരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും കാണാം. നന്ദി.